അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ തങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പെരിന്തൽമണ്ണ ആനമങ്ങാട് പ്രദേശമാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനം ഉദ്ഘാടനത്തിന് വന്നതാണ്. എൻ്റെ സ്ഥാപനം ഉദ്ഘാടനം കഴിഞ്ഞത് 5 വർഷം മുമ്പ് 2021 തങ്ങളായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ തങ്ങളെ കാണാനും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടാനും വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സുഖാണ്. ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളിങ്ങനെ ഏതായാലും ഇപ്പം നമ്മൾ എൻ്റെ സ്ഥാപനങ്ങളാണല്ലോ ഉദ്ഘാടനം കഴിഞ്ഞത് 2021 അല്ലേ? നാളെ എന്താണ് നാളത്തെ നേർച്ചട എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. ഇൻഷാ അല്ലാഹ്. ഞാൻ സയ്യിദ് നിസാമുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, ഇവിടെ ജമലുല്ലൈലി പൈതൽ മക്കാമിൽ എൻ്റെ മകൻ സയ്യിദ് മുഹമ്മദ് സ്വാലിഹ് ജമലുല്ലൈലി പൈതൽ തങ്ങളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ മാസം തോറും സ്വലാത്തും അതേപോലെ തന്നെ മറ്റു സൽപ്രവർത്തനങ്ങളൊക്കെ നടത്തി വരാറുണ്ട്. പിന്നെ റബീഉൽ അവ്വൽ 11-നാണ് പൈതലിൻ്റെ നേർച്ചയുടെ ദിവസം. അങ്ങനെ ആ നേർച്ച നമ്മൾ നടക്കുകയാണ്. റബീഉൽ അവ്വൽ 11 അഥവാ ഈ വരുന്ന തിങ്കളാഴ്ച അഥവാ നാളെ രാവിലെ വീടേണ്ടതായിരുന്നു. അപ്പോൾ നാളെ രാവിലെ 7 മണി മുതൽ ളുഹ്ർ വരെയാണ് ഇവിടെ പരിപാടി ഉള്ളത്. 12 മണിയോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖൈറായ രൂപത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ തൗഫീഖ് ഉണ്ടാവട്ടെ. അപ്പോൾ എൻ്റെ കുട്ടിൻ്റെ നേർച്ചൻ്റെ ആ സമയത്ത് നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല ഖൈറിലാക്കി തട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബർക്കത്ത്. നിങ്ങൾ എന്തായാലും പരിപാടിക്ക് വരണം. അല്ലാഹു തആല ഖൈറിലാക്കി തട്ടെ. ഇവിടെ ആത്മീയ ചികിത്സയും അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പൈതലിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് മക്കളില്ലാത്ത ആളുകൾക്കും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ആയ ആളുകൾക്കൊക്കെ ഒരുപാട് ഫലം കിട്ടുന്ന ഒരു മക്കാമാണ് ജമലുല്ലൈലി പൈതൽ മക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇവിടെ വരാനും അതുപോലെ തന്നെ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് ഉണ്ടാവുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇൻഷാ അല്ലാഹ് തങ്ങൾ വിവരങ്ങളൊക്കെ പറഞ്ഞു. ആത്മീയ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ബന്ധപ്പെടണം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിതിൽ ഏഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനുള്ളവർക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടാനുള്ളവർക്ക് ബന്ധപ്പെടാം. എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് വന്ന് കണ്ട് അതിനുള്ള ഒരു പ്രതിവിധി ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അദ്ദേഹം എന്താണോ നിർദ്ദേശിക്കുക ഒന്നും പറയാൻ പറ്റില്ല. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, അല്ലാതെ മറ്റുള്ള ചികിത്സയല്ല. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയും കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ ചില ആളുകൾ വിചാരിക്കും ഇവിടെ വരുമ്പോൾ അത്ര കൊടുക്കേണ്ടി വരുമോ അത്ര വേണ്ടി വരുമോ എന്നുള്ള അങ്ങനത്തെ യാതൊന്നും പറയുന്നില്ല. പാവങ്ങൾക്ക് ഇപ്പം നാളെ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ നാളെ ഒരുപാട് പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. നല്ലൊരു പരിപാടിയാണ് നാളെ നടത്തുന്നത്. അപ്പോൾ നാളെ എത്താൻ പറ്റുന്ന ഒരു പരമാവധി എത്തിക്കോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതിൻ്റെ പുറമെ ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു ആവശ്യത്തിലാണ് തങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ നാളെ ഈ പരിപാടിയും കൂടി ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതും കൂടി ഏഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം മാറ്റി വെക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓണായാലും പെരുന്നാളായാലും മറ്റുള്ളവർക്ക് കിറ്റും കാര്യങ്ങളും സാധനങ്ങളും ഓരോന്നും, അതേപോലെ റംസാനും നിസ്കാര കുപ്പായം ഇതൊക്കെ കണ്ട ആളുകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് ഇനി അടുത്തത് നമ്മൾ റജബ് 6-നാണ് നമ്മുടെ അജ്മീർ ഖ്വാജാൻ്റെ ഉറൂസും നേർച്ചയും കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ റജബിൽ. അതിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ച, റജബ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച വരിക ജനുവരി 3-ാം തീയതിയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ജനുവരി 3-ാം തീയതിക്ക് ഇൻഷാ അല്ലാഹ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരുപാട് പേർക്കുള്ള അന്നദാനം, കാരണം ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 400-500 കിലോ അരിയുടെ നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ, കാരണം ഒരുപാട് ആളുകൾ വന്നാൽ നിൽക്കാനും സ്ഥലമുണ്ട്. ഒരു 500 കിലോൻ്റെ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നടക്കാതെ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. അത് ആരേക്കൊന്നും നമ്മൾ ₹1 പിരിച്ചിട്ടോ മറ്റുള്ളതായിട്ടല്ല, എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന അത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പുറമെ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇന്ന പരിപാടിയാണ് ഇനി മുതൽ പറഞ്ഞപ്പോൾ ഓരോരുത്തരും
നമ്മളെ കൊണ്ട് കഴിയുന്നത്. അരിയായിട്ടും അതായിട്ടും അരിക്ക് തരാം. നല്ല പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഒരു മഹബത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അത്രയും ഹബീബായ ആളുകള് ഞാൻ ആളുകളെ ഹബീബ് എന്നാണ് അഭിസംബോധന ചെയ്യും. അപ്പൊ അവര് നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഇതിൽ പരിപാടിക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നിങ്ങൾ ചെയ്യും. നമ്മളെയും കൂടി അതിൽ കൂട്ടണം എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ ഒറ്റക്കാകണ്ട, ഞങ്ങളും കൂടി അതിലേക്ക് സഹകരിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻ്റെ അഭിപ്രായങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. റജബ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ജനുവരി 3-ാം തീയതി എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ വിശാലമായ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. ഒരുപാട് ആളുകൾ വന്നാൽ, എത്ര ആളുകൾ വന്നാലും നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഭക്ഷണം എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ ഡേറ്റ് മറക്കണ്ട. റജബ് അവസാനത്തെ ഞായറാഴ്ച. ഇവിടുത്തെ പരിപാടി നാളെയാണ്. അത് മറക്കണ്ട അതിൻ്റെ കൂടെ. അപ്പം നാളെ ഇവിടുത്തെ പരിപാടിക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരും വരിക. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുക. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അന്നദാനം ഉണ്ട്, നാളെ എന്തെങ്കിലുമൊക്കെ സംഭാവന ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജനുവരി 3-ന്, അതായത് റജബ് മാസം അവസാനത്തെ ഞായറാഴ്ച, അപ്പം നമ്മുടെ അവിടെ അതിൻ്റെ ദിക്റും അതിൻ്റെ മൗലൂദ് പാരായണവും അതിൻ്റെ ദുആ സമ്മേളനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏൽപ്പിക്കുന്നത് നമ്മുടെ തങ്ങളെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് തങ്ങൾ നമ്മുടെ സദസ്സിലുണ്ടാവും. തങ്ങളായിരിക്കും അതിൻ്റെ ദുആ കാര്യങ്ങൾ എല്ലാം, അല്ലേ? അങ്ങനെ നിങ്ങളെയാണ് നമ്മൾ ഏൽപ്പിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ നേതൃത്വം കാര്യങ്ങളൊക്കെ തികച്ചും ആത്മീയപരമായിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേക ദുആ മജ്ലിസും കാര്യങ്ങളൊക്കെ നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനൊക്കെ വേണ്ടി പ്രത്യേക ദുആകളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം അദ്ദേഹമാണ് എൻ്റെ കട ഉദ്ഘാടനം കഴിച്ചത് 5 വർഷം മുമ്പ്. അൽഹംദുലില്ലാഹ് നല്ല ബർക്കത്താണ്. എനിക്ക് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഉദ്ഘാടനത്തിന് ഞാൻ ഇദ്ദേഹത്തെ വന്ന് കണ്ടു, ക്ഷണിച്ചു, വന്നു. അത് ഭംഗിയായിട്ട് നടന്നു. ഇപ്പം ഞാൻ ഒന്ന് മുൻപന്തിയിൽ തന്നെയാണ്. കാരണം എന്താ അറിയോ, ബിസിനസ്സിൻ്റെ ചാനൽ കാണുന്ന ആളുകൾ ഷെയർ ചെയ്തിട്ടും അവരുടെ ഷെയറും അവരുടെ സപ്പോർട്ടും, അതെ, ഹലാലായ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഈ മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമി ചന്ത നടത്തലുണ്ട്. ഈ ചന്തയിൽ നമ്മൾ കമ്മീഷൻ വാങ്ങിയായിരുന്നു, അത് നിർത്താൻ പോവാണ്. കാരണം എന്താ പറയുക, 5 സെന്റ് വാങ്ങണം, ഒന്നുമില്ലാത്തൊരു പോലെ. അപ്പോൾ 2 ലക്ഷം റുപ്യക്ക് 2.5 ലക്ഷം റുപ്യക്കാണ് 5 സെന്റ് സ്ഥലം കൊടുക്കണേ. അപ്പോൾ അതും കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ടവരാ വാങ്ങുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.